2020 ലോകകപ്പിലെ ചരിത്രപ്രസിദ്ധമായ കിരീടധാരണത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് അതിൻ്റെ ഏറ്റവും ആവേശകരമായ ഒരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ലോകവേദിയിൽ മുത്തമിട്ട സീനിയർ താരങ്ങൾക്ക് അർഹിച്ച വിശ്രമം നൽകുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ഭദ്രമാക്കാനുള്ള അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്ന ദൗത്യമാണ് BCCI ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ആരംഭിക്കുന്ന അയർലൻഡിനെതിരെയുള്ള 2 മത്സരങ്ങളുടെ T20 പരമ്പരയോടെ ഇന്ത്യൻ ക്രിക്കറ്റിലൊരു പുതിയ അധ്യായത്തിന് തുടക്കമാവുകയാണ്. പുതിയ നായകൻ ശ്രേയസ് അയ്യരും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ഒന്നിക്കുന്ന ഈ പരമ്പര കേവലം ഒരു ഉഭയകക്ഷി പോരാട്ടമല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിനെ വരും വർഷങ്ങളിൽ നയിക്കാൻ പോകുന്ന ഒരു യുവനിരയുടെ ശക്തി പരീക്ഷണ വേദിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ശ്രേയസ് അയ്യരുടെയും ഗൗതം ഗംഭീറിന്റെയും കൂട്ടുകെട്ട്. കളിക്കളത്തിൽ തന്ത്രപരമായി നീക്കങ്ങൾ നടത്തുന്നതിൽ മികവ് തെളിയിച്ചിട്ടുള്ള ശ്രേയസ് അയ്യർക്ക് നായകൻ എന്ന നിലയിൽ തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമാണിത്. മറുവശത്ത് കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിലും കളിക്കാരിൽ നിന്ന് മികച്ചത് പുറത്തെടുക്കുന്നതിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമുള്ള വ്യക്തിയാണ് പുതിയ കോച്ച് ഗൗതം ഗംഭീർ. ഗംഭീറിന്റെ കീഴിൽ ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ കളിശൈലിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആക്രമണപരമായ ക്രിക്കറ്റിനൊപ്പം ഒത്തുതീർപ്പുകളില്ലാത്ത വിജയതൃഷ്ണതയുമാണ് ഗംഭീറിന്റെ തത്വശാസ്ത്രം. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകൾ മുന്നിൽ കണ്ട് ശക്തമായൊരു ബെഞ്ച് സ്ട്രെങ്ത് നിർമ്മിക്കുക എന്നതാണ് ഈ സഖ്യത്തിന്റെ ആദ്യ ലക്ഷ്യം. അയർലൻഡ് പര്യടനം ഇതിനായുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. കഴിഞ്ഞ IPL സീസൺ ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിച്ചത് അസാധാരണ പ്രതിഭകളായ ഒരുപിടി യുവതാരങ്ങളെയാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ ഭയമില്ലാതെ ബാറ്റ് ചെയ്യാനും കൃത്യതയോടെ പന്തെറിയാനും മടിക്കാത്ത ഈ യുവ തുർക്കികൾക്കാണ് അയർലൻഡ് പര്യടനത്തിലുള്ള ടീമിൽ ഭൂരിഭാഗവും ഇടം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയും അധികം പ്രതിഭകൾ ഒന്നിച്ച് ടീമിലെത്തുമ്പോൾ അവരിൽ നിന്നും ഏറ്റവും അനുയോജ്യനായ ഒരു പ്ലേയിങ് 11 കണ്ടെത്തുക എന്നത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും കോച്ചിനും വലിയൊരു തലവേദനയായി മാറും. ഓപ്പണിംഗ് സ്ഥാനം മുതൽ ഫിനിഷറുടെ റോളിൽ വരെ ഒന്നിലധികം കളിക്കാർ മികച്ച ഫോമിലാണ് നിൽക്കുന്നത്. IPL സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും അടിച്ചുകൂട്ടിയ യുവതാരങ്ങളിൽ ആരെ പുറത്തിരുത്തുമെന്നത് വലിയൊരു ചോദ്യമാണ്. അയർലൻഡിലെ വേഗതയേറിയതും പച്ചപ്പുള്ളതുമായ പിച്ചുകളിൽ ഏത് തരത്തിലുള്ള ബാറ്റിംഗ് ബൗളിംഗ് കോമ്പിനേഷൻ വേണമെന്നതും കൃത്യമായി തീരുമാനിക്കേണ്ടതുണ്ട്. പ്രതിഭകളുടെ ഈ ആധിക്യം ടീം മാനേജ്മെന്റിന് സന്തോഷം നൽകുന്നതാണെങ്കിലും ആദ്യ മത്സരത്തിനുള്ള അന്തിമ 11 പ്രഖ്യാപിക്കുമ്പോൾ ചില നിർണായക തീരുമാനങ്ങൾ അവർക്കെടുക്കേണ്ടി വരും. ഹർഷിത് റാണയുടെ തിരിച്ചുവരവും ഓൾറൗണ്ടർ സന്തുലിതാവസ്ഥയും ഈ പരമ്പരയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്നത് യുവ ഓൾറൗണ്ടർ ഹർഷിത് റാണയുടെ തിരിച്ചുവരവിനാണ്. പരിക്കിന്റെ പിടിയിലായതിനെ തുടർന്ന് ഹർഷിത്തിന് കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട T20 ലോകകപ്പും തൊട്ടു പിന്നാലെ നടന്ന IPL സീസണും പൂർണ്ണമായി നഷ്ടമായിരുന്നു. നീണ്ട നാളത്തെ പുനരധിവാസത്തിനും കഠിനാധ്വാനത്തിനും ശേഷമാണ് താരം വീണ്ടും നീലക്കുപ്പായമണിയാൻ തയ്യാറെടുക്കുന്നത്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഹർഷിത് റാണയുടെ സാന്നിധ്യം വളരെ നിർണായകവുമാണ്. പരിക്കിനെ തുടർന്നോ വിശ്രമത്തിന്റെ ഭാഗമായോ ഹർദിക് പാണ്ഡ്യ ടീമിലില്ലാത്ത സാഹചര്യങ്ങളിൽ ഇന്ത്യ എപ്പോഴും ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടറുടെ അഭാവം നേരിടാറുണ്ട്. ഹർഷിത് റാണയ്ക്ക് ആ സ്ഥാനം ഭദ്രമാക്കാൻ കഴിയും. മധ്യനിരയിലും വാലറ്റത്തും അതിവേഗം റൺസ് ഉയർത്താനുള്ള ശേഷിയും പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും വിക്കറ്റുകൾ വീഴ്ത്താനുള്ള ബൗളിംഗ് മികവും ഹർഷിത്തിനെ ഒരു എക്സ് ഫാക്ടറാക്കി മാറ്റുന്നു. പരിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷം രാജ്യാന്തര ക്രിക്കറ്റിലെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് തിരിച്ചെത്തുന്ന ഹർഷിത്തിന് തൻ്റെ പഴയ ഫോം വീണ്ടെടുക്കാൻ കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അയർലൻഡ് ടീമിനെ അവരുടെ സ്വന്തം മണ്ണിൽ നിസ്സാരക്കാരായി കാണാൻ ഇന്ത്യക്ക് കഴിയില്ല. T20 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ വൻകിട ടീമുകളെ അട്ടിമറിച്ച പാരമ്പര്യം അയർലൻഡിനുണ്ട്. തങ്ങളുടെ നാട്ടിലെ തണുത്ത കാലാവസ്ഥയും കാറ്റും പിച്ചിലെ അപ്രതീക്ഷിത ബൗൺസും അവർക്ക് വ്യക്തമായ ആധിപത്യം നൽകുന്ന ഘടകങ്ങളാണ്. യുവ ഇന്ത്യൻ നിരയെ സംബന്ധിച്ച് ഈ വിദേശ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടുക എന്നതും വലിയൊരു വെല്ലുവിളിയാണ്. IPLലെ ഫ്ലാറ്റ് പിച്ചുകളിൽ ബാറ്റ് ചെയ്ത പരിചയവുമായി അയർലൻഡിലെ സ്വിംഗ് പിച്ചുകളിൽ ഇറങ്ങുമ്പോൾ മികച്ച സാങ്കേതിക തികവും മാനസിക കരുത്തും അത്യാവശ്യവുമാണ്. പോൾ സ്റ്റിർലിങ്ങിനെ പോലെയുള്ള പരിചയസമ്പന്നരായ കളിക്കാർ നയിക്കുന്ന അയർലൻഡ് ടീം ഇന്ത്യൻ യുവനിരയ്ക്ക് കടുത്ത മത്സരം തന്നെ സമ്മാനിക്കുമെന്നും ഉറപ്പാണ്. ഇന്ന് ആരംഭിക്കുന്ന T20 പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലേക്കുള്ള ഒരു സുപ്രധാന ജാലകമാണ് തുറക്കുന്നത്. സീനിയർ താരങ്ങളുടെ നിഴലിൽ നിന്നും മാറി സ്വന്തം നിലയിൽ കളി ജയിപ്പിക്കാൻ തങ്ങൾ പ്രാപ്തരാണെന്ന് തെളിയിക്കാനുള്ള സുവർണ അവസരമാണ് ഈ യുവ കളിക്കാർക്ക് ഇപ്പോൾ ലഭിച്ചതും. ശ്രേയസ് അയ്യരിൽ തന്ത്രങ്ങളും ഗൗതം ഗംഭീറിന്റെ കർക്കശമായ പരിശീലന രീതികളും ഈ യുവനിരയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന്
തുടർന്നുള്ള മത്സരങ്ങളോടെ വ്യക്തമാകും. ലോകകപ്പ് വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന് ഈ അയർലൻഡ് പര്യടനവും വിജയത്തോടെ തുടങ്ങി ഒരു പുതിയ വിജയഗാഥ രചിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ.